നമസ്കാരം. ലൈംഗിക പീഡന കേസുകളിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് മൂന്നാം കേസിൽ കുരുക്കുമുറുകുകയാണ്. 2024 ഏപ്രിൽ 24 പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് രാഹുൽ യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിനൊപ്പം ഗർഭഛിദ്രം നടത്തിയതിന്റെ തെളിവായി ഭ്രൂണാവശിഷ്ടം വരെ അതിജീവിത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന വിവരം പുറത്തുവന്നതോടെ MLAയുടെ അറസ്റ്റ് പോലീസ് വേഗത്തിലാക്കുകയായിരുന്നു. തിരുവല്ല സ്വദേശിനിയും നിലവിൽ കാനഡയിലുള്ള യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയാണ് രാഹുലിന് വിനയായത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി AIG പൂങ്കുഴലി IPS മുൻപാകെ യുവതി മൊഴി നൽകി. ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതിന്റെയും നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയായതിന്റെയും രേഖകൾ യുവതി കൈമാറി. അതിലുപരി അലസിപ്പോയ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവായി തന്റെ പക്കലുണ്ടെന്ന് യുവതി മൊഴി നൽകിയത് കേസിൽ നിർണായകമായി. ശബ്ദരേഖകളും ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. പീഡനം മാത്രമല്ല, രാഹുലിന്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാലക്കാട് MLA ആയ ശേഷം ഉപതെരഞ്ഞെടുപ്പ് ചെലവുകൾക്കും ഫ്ളാറ്റ് വാങ്ങാനുമായി രാഹുൽ പണം ആവശ്യപ്പെട്ടെന്ന് യുവതി പറയുന്നു. രാഹുൽ നടത്തിയ UK യാത്രയും മറ്റു വിദേശ സന്ദർശനങ്ങളും ഈ യുവതിയുടെ ചെലവിലാണോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. രാഹുൽ MLA ആയ ശേഷം 2 ദിവസത്തെ മിന്നൽ യാത്രയായി UK പോയത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഡംബര വാച്ചുകൾക്കും വസ്ത്രങ്ങൾക്കും പുറമെ 10,000 രൂപയുടെ ചെരുപ്പിന് വരെ താനാണ് പണം നൽകിയതെന്ന് അതിജീവിത വെളിപ്പെടുത്തി. പരാതി ലഭിച്ചാൽ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാൽ അതീവ രഹസ്യമായിട്ടാണ് പൂങ്കുഴലി IPS നീക്കങ്ങൾ നടത്തിയത്. അതിജീവിത കാനഡയിൽ നിന്നും നാട്ടിലെത്തിയാൽ രാഹുൽ വിവരം മണത്തറിയുമെന്ന് ഭയന്ന് അറസ്റ്റ് ചെയ്ത ശേഷം നാട്ടിലെത്തിയാൽ മതിയെന്ന് പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചുരുക്കം ചില പോലീസുകാർ മാത്രം അറിഞ്ഞ ഓപ്പറേഷനിലൂടെയാണ് പുലർച്ചെ 12:30 രാഹുലിനെ കുടുക്കിയത്. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട യുവതിയെ ചാറ്റിങ്ങിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കുക, ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുക, ബന്ധമുറപ്പിക്കാൻ കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുക, ഗർഭിണിയായാൽ മറ്റൊരാളുടെ ഗർഭമാണെന്ന് ആരോപിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് ഗർഭചിത്രത്തിന് ഇരയാക്കുക. ഈ ഓപ്പറേഷൻ രീതി രാഹുൽ ആവർത്തിക്കുകയാണെന്ന ചർച്ചയാണ് CPM ഉയർത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് ഉയർത്തിയ നീലപ്പെട്ടിയും KPM ഹോട്ടലും ഇവിടെയുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന KPM റീജൻസി ഹോട്ടലിൽ അർദ്ധരാത്രി പോലീസ് നടത്തിയ റെയ്ഡ് വലിയ വിവാദമായിരുന്നു. രാഹുൽ മാങ്കുടത്തിൽ കൊണ്ടുവന്ന നീല ട്രോളി ബാഗിൽ കള്ളപ്പണമാണെന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രധാന ആരോപണം. അന്ന് ബാഗുമായി വാർത്താ സമ്മേളനം നടത്തിയതും പോലീസ് അന്വേഷണത്തിൽ പണം കടത്തിയതിന് തെളിവില്ലെന്ന റിപ്പോർട്ടിലൂടെയും രാഹുൽ ആ കുരു കഴിച്ചിരുന്നു. മാസങ്ങൾക്കിപ്പുറം അതേ ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ വെച്ച് രാഹുൽ വീണ്ടും പോലീസ് പിടിയിലായി. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ സംഘം ഹോട്ടലിലെത്തുന്നത്. രാഹുലിന്റെ സഹായിയും ഡ്രൈവറും ഹോട്ടലിൽ നിന്ന് മടങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പോലീസിന്റെ നീക്കം. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പുലർച്ചെയോടെ പത്തനംതിട്ട എയർ ക്യാമ്പിലും എത്തിച്ചു. അവിടെ പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് മുന്നിലും ഹാജരാക്കി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പത്തനംതിട്ടയിലെ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും കാണിച്ച് തിരുവല്ല സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. നീലപ്പെട്ടി വിവാദമുണ്ടായ അതേ ഹോട്ടലിൽ വെച്ച് തന്നെ മൂന്നാം പീഡന കേസിൽ രാഹുൽ കുടുങ്ങിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്.